അനുഗ്രഹീതമായ പുനരുദ്ധാനത്തിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം മരണത്തിൽ നിന്നുള്ള മോചനമാണ്. മരണത്തിനെ അവൻ തച്ചുടച്ചത് കൊണ്ട് അവനെ പിന്തുടരുന്ന വിശ്വാസികളായ നാം ഏവർക്കും മരണമില്ലായ്കയാണ് പുനരുദ്ധാനം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം മരണത്തിനെ വെല്ലുവിളിക്കുന്നത്: ഹേ മരണമേ, നിന്റെ വിജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? അവന്റെ ഉദ്ധാനത്തിന്റെ പങ്കാളികളാകുന്ന നമുക്ക് ഏവർക്കും ലഭിക്കുന്ന വാഗ്ദത്തം ഇത് തന്നെയാണ്. ഇന്ന് ഈ ദിവസം പരിശുദ്ധ ധാബ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമ്മുടെ കർത്താവായ യേശു മശീഹ തന്റെ പരീക്ഷ ശുശ്രൂഷയിലേക്ക് ഏർപ്പെട്ടപ്പോൾ തന്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയായി വിളിക്കുന്നതാണ്. ഇന്നത്തെ വേദഭാഗത്തിൽ അൽഫായിയുടെ മകനായ മത്തായിയെ വിളിക്കുന്നതായ വേദഭാഗം. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ മത്തായി എന്നത് ലേവ്യക്കൻ, അവനൊരു ചുങ്കക്കാരനായിരുന്നു. അവന്റെ പൂർവ്വനാമം ലേവി എന്നുള്ളതാണെന്ന് നമുക്കറിയാം. അവൻ തന്റെ ചുങ്കസ്ഥലത്തിരിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് അവന്റെ ശിഷ്യഗണത്തിലേക്ക് മത്തായിയെ വിളിച്ചടിപ്പിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരീക്ഷ ശുശ്രൂഷയെ ആസ്പദമാക്കിയ ഒരു ദിശാവിഷ്കാര പരമ്പരയുണ്ട്, ദി ചോസൺ എന്ന് പറഞ്ഞ്. ഒരു പക്ഷെങ്കിൽ നിങ്ങളിൽ പലരും ദി ചോസൺ എന്ന ആ പരമ്പര കണ്ടിട്ടുണ്ടായിരിക്കാം. ആ പരമ്പരയിൽ മനോഹരമായി ഒരു ദൃശ്യാവിഷ്കാരമുണ്ട്. ഈ ലേവിയാകുന്ന മത്തായിയെ തമ്പുരാൻ വിളിക്കുന്ന ഒരു ചിത്രം. ലേവി തന്റെ ചുങ്കസ്ഥലത്തിരുന്നു കൊണ്ട് ഓരോരുത്തരിൽ നിന്ന് പലിശ പിരിക്കുകയാണ്. അപ്പോൾ ദൈവമായ കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒളികണ്ടിട്ടുകൊണ്ട് ലേവി കർത്താവിനെ നോക്കുകയാണ്. തമ്പുരാൻ അവിടെ നിന്നിട്ട് മത്തായിയെ വിളിക്കുകയാണ്: അൽഫായിയുടെ മകനായ പുത്രനായ മത്തായി, നീ എന്നോടൊപ്പം ഇറങ്ങി വരിക. വളരെ മനോഹരമായിട്ട് അതിന്റെ ദൃശ്യാവിഷ്കാരമുണ്ട്. കേട്ട മാത്രയിൽ തന്നെ തന്റെ മേശയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവന്റെ കടലാസ് കഷ്ണങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് അവന്റെ സമ്പത്തുകൾ ഉപേക്ഷിച്ച് അവന്റെ ആട്ടിത്യം ഉപേക്ഷിച്ച് അവൻ കർത്താവിനോടൊപ്പം ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റോമൻ പടയാളി അവനെ തടഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്: നിനക്കെന്താ, നിന്റെ സുബോധം നഷ്ടപ്പെട്ടു പോകും? നിനക്ക് സമ്പത്തുണ്ട്, നിനക്ക് ധനമുണ്ട്, നിനക്ക് ആട്ടിത്യമുണ്ട്, അതൊക്കെ ഉപേക്ഷിച്ച് നീ തെരുവ് പ്രസംഗന്റെ പുറകെ പോകുകയാണോ? അപ്പോൾ മത്തായി പറയുന്നുണ്ട്: അതെ, ഞാൻ പോകുകയാണ്. അവന്റെ ചുങ്കസ്ഥലത്ത് നിന്ന് ഒന്നും എടുക്കുന്നില്ല. ധാരാളം പണമുണ്ട്, ആട്ടിത്യമുണ്ട്, ഒന്നും എടുക്കുന്നില്ല. ആകപ്പാടെ എടുക്കുന്നത് ഒരു തൂലികയും ഒരു പുസ്തകവും മാത്രമാണ്. എല്ലാം ഉപേക്ഷിച്ച് അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. തന്റെ യാതൊന്നും എടുക്കുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ദൈവവിളി കേൾക്കുന്നവർ അപ്രകാരമാണ്. എല്ലാം ഉപേക്ഷിച്ച് അവനെ പിന്തുടരും. സമാനമായ ഒരു സംഭവം ഏലിയ പ്രവാചകൻ ഏലീശായെ വിളിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. തന്റെ പുതപ്പെടുത്ത് ഏലീശായുടെ മുകളിൽ ഇടുമ്പോൾ ഏലീശ ഇപ്രകാരം പറയുന്നുണ്ട്: എന്റെ ഭവനത്തിൽ ചെന്ന് എന്റെ മാതാവിനെയും പിതാവിനെയും ചുംബിക്കുവാൻ എനിക്കൊരു അവസരം നൽകണം. അങ്ങനെ ഏലിയ വിളിച്ചപ്പോൾ തന്നെ ഭവനത്തിൽ ചെന്ന് മാതാവിനെയും പിതാവിനെയും ചുംബിച്ച് അവൻ ആകെ ഉണ്ടായിരുന്ന കാളയെ കൊന്ന് കലപ്പ കൊണ്ട് വിറവുണ്ടാക്കി അത് ഭക്ഷണം പാകം ചെയ്യുകയാണ്. അതിനൊരർത്ഥമുണ്ട്: ഞാൻ ഇനി എൻ്റെ നിയോഗ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. ഇനി കാളയിലേക്കും കലപ്പയിലേക്കും എനിക്കൊരു മടക്കമില്ല. തമ്പുരാന്റെ പാത ഞാൻ പിൻപറ്റുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ മത്തായിയും. അവനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ ക്രിസ്തുവിന്റെ പിന്നാലെ വിളിച്ച മാത്രയിൽ പുറപ്പെടുകയാണ്. എന്തുകൊണ്ടായിരിക്കാം മത്തായി ക്രിസ്തു വിളിച്ച ഉടനെ അവന്റെ പിന്നാലെ പോയത്? ഒരു പക്ഷേ അവൻ ഒരുപാട് ധനവും സമ്പത്തും ഒക്കെ നേടിയപ്പോഴും അവനൊരു ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ചുങ്കക്കാരെ ഗണിച്ചിരുന്നത് പാപികളോടൊപ്പമായിരുന്നു. ചുങ്കക്കാർക്ക് യാതൊരുവിധമായ സ്ഥാനവുമില്ലായിരുന്നു. യഹൂദന്മാരുടെ മതപരമായ ഒരു ചടങ്ങുകളിൽ ഒരു ചുങ്കക്കാരനെ പോലും ക്ഷണിച്ചില്ല. യഹൂദന്മാരുടെ കോടതികളിൽ ചുങ്കക്കാർക്ക് യാതൊരുവിധമായ സാക്ഷ്യം പറയാൻ പോലും അവകാശമില്ല. ഇപ്രകാരം ലേവി അവിടെ നിന്ന് ഓരോ തവണ പലിശയുടെ കണക്കുകൾ എഴുതുമ്പോഴും അവന്റെ ഗണത്തിൽ നിന്ന് അവന് ശാപവാക്കുകൾ ഏറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ആ ഏകാന്തതയായിരിക്കാം ക്രിസ്തുവിന്റെ പിന്നാലെ പോകുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത്.
ഈ മത്തായി പോകുമ്പോൾ അവനിലേക്ക് നോക്കുന്നത് അവന്റെ ആ തൂലികയിലേക്ക് മാത്രമാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ മാറ്റം ഒന്ന് നോക്കണം, ലേവിയുടെ മാറ്റം. അവനെ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അവൻ ആ പേന കൊണ്ട് എഴുതിയിരുന്നത് റോമൻ അധികാരത്തിന് വേണ്ടി തൻ്റെ സ്വന്തം ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടിയായിരുന്നു. അവൻ ആ പേന കൊണ്ട് ഒരുപാട് പേരുടെ കണ്ണുനീരുകൾ വീഴ്ത്തിയിട്ടുണ്ട്, ഒരുപാട് കള്ളക്കണക്കുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് അധികമായി പണം ഈടാക്കിയിട്ടുണ്ട്. അവനവന്റെ പേന കൊണ്ട് നിയമമേറിയ ഒരുപാട് കടുപ്പമേറിയ നിയമവശങ്ങൾ എഴുതി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം നേട്ടത്തിന് വേണ്ടി കൊള്ളയടിക്കുവാനായി അവന്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. അതായിരുന്നു ചുങ്കക്കാരനായ ലേവിയുടെ ജോലി. പക്ഷേ ക്രിസ്തു വിളിച്ചപ്പോൾ അവന്റെ തൂലികയ്ക്ക് മാറ്റം വന്നു. അത്രയും നാളും മറ്റുള്ളവരുടെ കണ്ണുനീരുകളെ മാത്രം വീഴ്ത്തുവാൻ എതിരിരുന്ന അവന്റെ തൂലിക ക്രിസ്തുവിനെ പറ്റിയും തമ്പുരാന്റെ കൃപയെ പറ്റിയും എഴുതുവാനായി തുടങ്ങി. റോമൻ ചക്രവർത്തിയെ പുകഴ്ത്തി എഴുതിയിരുന്ന ലേവിയുടെ പേന പിന്നീട് എഴുതിയത് ദൈവപുത്രനായ മശിഹായുടെ മഹത്വത്തെ പറ്റിയാണ്. ചുങ്കസ്ഥലത്ത് അവൻ എഴുതിയ കണക്ക് പുസ്തകങ്ങളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ സുവിശേഷകനായ മത്തായി എഴുതിയ സുവിശേഷം ഇന്നും നിലനിൽക്കുന്നു. കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്നും സ്നേഹം പകർന്നുകൊണ്ടേയിരിക്കുന്നു. താഴെ സുവിശേഷത്തിൽ ഒരുപാട് സ്നേഹത്തിന്റെ വാക്കുകളുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓർക്കുക, ക്രിസ്തു ഇടപെട്ടപ്പോൾ മനുഷ്യനെ ഉപദ്രവിക്കുവാൻ വേണ്ടി എഴുതിയിരുന്ന അവന്റെ കൈകൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായി തുടങ്ങി. ഇതാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ഇടപെടുമ്പോൾ വരുന്ന മാറ്റം. നമുക്കും നമ്മുടെ ഹൃദയമാകുന്ന തൂലികകളെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവൻ കൃപയാകുന്ന മഷി നമ്മുടെ ഉള്ളിൽ ഇറക്കും. അവനെ പിൻപറ്റുമ്പോൾ നമ്മുടെ എല്ലാവിധമായ മോശമായ കാര്യങ്ങളും നന്മയിലേക്ക് അവൻ മാറ്റി തീർക്കും. ഈ വേദഭാഗത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കാണുന്നത് വിപ്ലവകരമായ ഒരു കാഴ്ചയാണ്. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത കാഴ്ച. ഒരു ഗുരു പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ശാസ്ത്രിമാരൊക്കെ അവനെ പരിഹസിക്കുന്നുണ്ട്. ഇവൻ എന്തുകൊണ്ടാണ് ഈ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? സ്വയം നീതീകരിക്കപ്പെട്ടവരായ പരീശന്മാരൊക്കെ അവനെ പരിഹരിച്ചു. പക്ഷെ അവൻ ഇറങ്ങിച്ചെന്നത് സ്വയം നീതീകരിച്ച പരീശന്മാരോടൊപ്പമല്ല, ബോധം വന്ന സുബോധം വന്ന പാപികളോടും ചുങ്കക്കാരോടും ഒപ്പമാണ്. ഓർക്കുക, ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ സ്വയം നീതീകരിക്കുമ്പോഴല്ല, പിന്നെയോ പാപിയാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴാണ്. ക്രിസ്തു ചുങ്കക്കാരുടെയും പാപികളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവന്റെ വിശുദ്ധി അശുദ്ധരെ ശുദ്ധീകരിച്ചു. അതാണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത. നമ്മുടെ ആരാധനയിൽ വാക്കുണ്ട്, ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് നിനക്ക് സ്തുതി ആവശ്യമുണ്ടായിട്ടല്ല, പിന്നെയോ നിന്നെ സ്തുതിക്കുന്നവർ ശ്രേഷ്ഠരായി തീരുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിത കാലഘട്ടത്തിലും സ്വയം നീതീകരിക്കാതെ ദൈവമാകുന്ന കർത്താവിന് മുമ്പാകെ പശ്ചാത്തപിക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. ഓർക്കുക, മത്തായി അവനെ അനുഗമിച്ചു, അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി. നമുക്കും യാതൊരു വിധമായ ഭയങ്ങളുമില്ലാതെ തമ്പുരാനെ അനുഗമിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനുമായി ഇടയാകണം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളിലേക്ക് നാം കടക്കുകയാണല്ലോ. മാനവികതയുടെയും മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും ഒക്കെ സംഗമഭൂമിയായ നമ്മുടെ ദേവാലയത്തിൽ പെരുന്നാളിന് വേണ്ടി ഇന്ന് കൊടിയേറുകയാണ്. നമ്മൾ ഉയർത്തുന്നത് ക്രിസ്തുവിന്റെ ക്രൂശാണ്. അത് വലിയൊരു സാക്ഷ്യമാണ്. എല്ലായ്പ്പോഴും ഉയർന്നിരിക്കേണ്ടത് തമ്പുരാന്റെ കുരിശാണ്. അത് നമുക്ക് നൽകുന്ന ധൈര്യമാണ്. തമ്പുരാന്റെ കുരിശ് എപ്പോൾ ഉയർന്നിരിക്കുന്നുവോ അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ മാറും, നമ്മുടെ കണ്ണുനീരുകൾ കരുതി വരും, നമുക്ക് സമാധാനം ലഭിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്രിസ്തുവിന്റെ ക്രൂശ് ഉയർന്നിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് സന്തോഷത്തിന്റെ അനുഭവമാണ്. ഇന്ന് നമ്മൾ ഉയർത്തുന്നത് അല്ലെങ്കിൽ കൊടിയേറ്റുന്നത് അവന്റെ കുരിശാണ്. ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉയർത്തുവാനായി ശ്രമിക്കുന്നത് നമ്മുടെ തലക്കനവും നമ്മുടെ കുടുംബ മഹിമയും നമ്മുടെ ആഠിത്യവും ഒക്കെയാണ്. പക്ഷെങ്കിൽ ഒന്ന് ഓർക്കുക, സ്നേഹത്തിന്റെയും പരിത്യാഗത്തിന്റെയും കുരിശ് ഉയർന്നിരിക്കുമ്പോൾ അത് നന്മയുടെ അനുഭവമാണ്. ഈ ദിവസം നമ്മുടെ ഈ ദേവാലയത്തിൽ ഈ കുരിശ് ഉയരുമ്പോൾ ഒരുപാട് നാനാജാതി മതസ്ഥരൊക്കെ നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരും.
ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ഈ പെരുന്നാളിൻ്റെ വിശുദ്ധിയോട് ചേർന്നിരിക്കുവാനായി കടന്നു വരുന്നവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ദേവാലയത്തിൻ്റെ ഈ അനുഭവത്തിലേക്ക് പങ്കുചേരുവാനായി വിശുദ്ധിയോട് അവർ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വിശുദ്ധീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് നാം മറന്നു പോകരുത്. നോർക്കുക, ഈ കുരിശുയർത്തുന്ന വലിയൊരു സാക്ഷ്യമാണ്. ദൈവമേ, ഈ പെരുന്നാൾ കൊണ്ടാടുവാനുള്ള യോഗ്യത നമുക്കില്ല, നമുക്ക് പരിമിതികളുണ്ട്, നമുക്ക് ബലഹീനതകളുണ്ട്. എന്നാൽ വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങൾ ഈ കുരിശിലേക്ക് ഉയർത്തുന്നു. ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ പെരുന്നാളുകൾ കൊണ്ടാടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വന്നു ചേരുവാനുള്ളവർ വന്നു ചേരണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ പൂർത്തീകരിക്കണമേ. ഈ പ്രാർത്ഥനയോട് നമുക്ക് കുരിശിലേക്ക് നോക്കി നമ്മുടെ പെരുന്നാളിൻ്റെ കൊടിയേറ്റുവാനായി നമുക്ക് കഴിയണം. ഇത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സാക്ഷ്യമാണ്. എത്രയോ പട്ടക്കാരും മേൽപ്പട്ടക്കാരും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഈ കൊടിയേറ്റി അവർ അനുഗ്രഹം പ്രാപിച്ചു. ഇത് തലമുറകൾക്ക് നൽകുന്ന ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ അവരുടെ പാതകളെ പിൻപറ്റി നമ്മളും ഒന്ന് കുരിശുയർത്തുകയാണ്. നമ്മൾ നമ്മുടെ തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് ഉയർന്നിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് സന്തോഷമുണ്ടാകുകയെന്നുള്ള ആ വിശ്വാസത്തിൽ അടിയുറച്ച് നമുക്ക് പെരുന്നാളിലേക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവ് നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹദായുടെ മാധ്യസ്ഥം നമ്മെ കാക്കട്ടെ. ആമേൻ.